ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗ എന്താണ്? ഇതാണ് എൻ്റെ പുസ്തകം. യോഗയെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു പഠനമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന രീതിയിലല്ല, ഒരു ഗവേഷകൻ എന്ന രീതിയിലോ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളെന്ന രീതിയിലോ വളരെ ഒബ്ജക്റ്റീവായി, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസിയാണ്, അത് നിഷേധിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ പഠിതാവിൻ്റെ കണ്ണോടുകൂടി കാണാൻ ശ്രമിച്ച് എഴുതിയൊരു പുസ്തകമാണ്. ഫിലോസഫിക്ക വേദാന്ത എന്നാണ് പേര്. സൈക്കോമെട്രിക്സ് ഓഫ് സ്പിരിച്വാലിറ്റി, ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. കുറച്ചു വർഷം മുമ്പ് റിലീസ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് യോഗ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. യോഗ പൊതുവേ നമ്മുടെ നാട്ടിൽ യോഗ എന്ന് പറഞ്ഞാൽ ഇരുന്ന് ധ്യാനിക്കുക തുടങ്ങിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസോ ആണ് യോഗ എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ ശരിക്കും യോഗ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ആഴമുള്ളതാണ്. അല്ലെങ്കിൽ യോഗ ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, ഒരു മെഡിറ്റേഷൻ അർത്ഥത്തിൽ മാത്രമല്ല. യോഗയെക്കുറിച്ച് ഒരുപാട് പേരുണ്ട്, ഒരുപാട് മഹാന്മാരുണ്ടെങ്കിലും പ്രധാനമായി 2 പേരാണ് നമുക്ക് പഠനത്തിന്റെ ആംഗിളിൽ എടുക്കാൻ കഴിയുന്നത്. ഒന്ന്, യോഗയുടെ പിതാവായ പതഞ്ജലി. അദ്ദേഹം പറയുന്നത് അധ യോഗാനുശാസനം യോഗാ ചിത്തവൃത്തി നിരോധ. ചിത്തത്തിന്റെ, കോൺഷ്യസ്നെസിന്റെ, മനസ്സെന്ന് പറയാം, പക്ഷെ കോൺഷ്യസ്നെസിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ വൃത്തികൾ, ആക്ഷൻസ്, അതിനെ അതിജീവിക്കുക. നിർത്തുക എന്നതിനേക്കാൾ കുറെ കൂടെ നല്ല വാക്ക് നിരോധ എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം ഈ മനസ്സിലെ തോട്ട്സിന്റെ അപ്പുറമുള്ള ഒരു തലം കാണാൻ കഴിയുക, അല്ലെങ്കിൽ മനസ്സിലെ തോട്ട്സ് ടോട്ടലി സബ്ഡ്യൂഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ടോട്ടലി അവ ഒരു റെസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു റിയാലിറ്റി കാണാൻ പറ്റും എന്നൊക്കെയുള്ളതാണ്. ആധുനിക കാലത്ത് കുറെ കൂടെ ഏറ്റവും നന്നായിട്ട് ഇത് വിശദീകരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ 4 യോഗകളെ കുറിച്ച് പറയുന്നത്. വേറെയും ക്ലാസിഫിക്കേഷൻസ് പലതുമുണ്ട്, എന്നാലും പ്രധാനമായിട്ടും 4 യോഗകളാണ്. രാജയോഗ, ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ. ഇതാണ് യോഗയുടെ യഥാർത്ഥ ക്ലാസിഫിക്കേഷൻ. യോഗ എന്ന വാക്ക് വരുന്നത് യുജ് എന്ന വാക്കിൽ നിന്നാണ്. യുജ് എന്ന വാക്ക് വരുന്നത് യോജിപ്പിക്കുക, ടു യുണൈറ്റ് തുടങ്ങിയ വാക്കുകളിൽ നിന്നാണ്. അതായത് ദൈവവുമായി, പരമാത്മാവുമായി, പരബ്രഹ്മവുമായി, അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷകളിൽ ദൈവീക ചൈതന്യം എന്ന് വിളിക്കുന്ന ആ പരമമായ സത്യവുമായി ഒന്നിക്കാൻ നമുക്ക് 4 പ്രധാന വഴികളാണുള്ളത്. ഇതിന്റെ കൂടെ ഹഠയോഗ അടക്കമുള്ള വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്നാലും പ്രധാന 4 യോഗകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഒരുപാടുണ്ട്, പക്ഷെ ജ്ഞാനയോഗയാണ്. അറിവിന്റെ പാതയിലൂടെ പോകുന്നതാണ്. ആ അറിവിന്റെ പാതയിൽ, ജ്ഞാനത്തിന്റെ പാതയിൽ ചിന്ത, അറിവ്, വായന, വാഗ്വാദം, സംവാദം, ആലോചന തുടങ്ങിയ ജ്ഞാനത്തിന്റെയും ഒരു ഉൾക്കാഴ്ചയും പാതയിലൂടെ പോവുകയും അതിലൂടെ ദൈവത്തിലേക്ക് എത്തുക. അതാണ് ജ്ഞാനയോഗ എന്ന് വിളിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യരും ശ്രീ വിവേകാനന്ദ സ്വാമിയും ഒക്കെ ആ പാതയിൽ സഞ്ചരിച്ചവരാണ്. വേറെ ചില ആൾക്കാരുണ്ട്, അവർ കർമ്മയോഗത്തിന്റെ പാതയിലാണ്. ആക്ഷനിലൂടെ, പ്രവൃത്തിയിലൂടെ ദൈവത്തെ കണ്ടെത്തുക, സെൽഫ്ലെസ് സർവീസിലൂടെ ദൈവത്തെ കണ്ടെത്തുക. മഹാത്മാഗാന്ധി, മദർ തെരേസ, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇവരൊക്കെ കർമ്മയോഗത്തിന്റെ പാതയിൽ, പ്രവൃത്തിയുടെ പാതയിൽ കൂടുതൽ പോയാൽ. സിംബോളിക്കായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ, അതിന്റെ ഒരു പെട്ടെന്ന് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എല്ലാവരിലും എല്ലാം ഉണ്ട്, അതായത് ഇതിന്റെ 4 എലിമെന്റ്സും നമ്മളിലുണ്ട്, എന്നാൽ കൂടുതലുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരും വിവേകാനന്ദ സ്വാമിയും, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയും നമ്മുടെ മദർ തെരേസയും ഡോക്ടർ APJ അബ്ദുൽ കലാമും ഒക്കെ. അതേപോലെ ഉള്ള കാര്യങ്ങളിലൊന്നാണ് ഭക്തിയോഗ. ഭക്തിയുടെ പാതയിൽ ഒക്കെ പോയത്. ഭക്തിയുടെ പാതയിൽ ഇവരെയൊക്കെ തന്നെ പറയാം. ഗാന്ധിജിയും ഭക്തിയുടെ പാതയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മദർ തെരേസ ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ ഉദാഹരണം പഴയ നമ്മുടെ ഭക്ത മീര പോലുള്ളവർ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ, ഭക്തിയുടെ പാതയിൽ, ആ ലയത്തിന്റെ പാതയിൽ പോകും. സൂഫികളെയൊക്കെ ഒരർത്ഥത്തിൽ, വലിയ അർത്ഥത്തിൽ ഈ ഭക്തി യോഗ എന്നൊക്കെയുള്ള ഒരു ആസ്പെക്റ്റിൽ പറയാം. അവരുടെ മനോഹരമായ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്. ഹാൽ എന്ന് പറയുന്ന ഒരു മനോഹരമായ അവസ്ഥയെക്കുറിച്ച് പറയാറുണ്ട്. അതായത് ദൈവീകമായി താതാത്മ്യം പ്രാപിക്കുന്ന ഒരു തലവെന്ന രീതിയിലാണ്. ഭക്തിയിലൂടെ എത്തിയ ഭക്തമീരയടക്കം, നമ്മുടെ കുരൂരമ്മയടക്കം, അല്ലെങ്കിൽ ലോകത്തിൽ പലരും ഭക്തിയുടെ, വിശ്വാസത്തിന്റെ, പ്രാർത്ഥനയുടെ അത്തരം കാര്യങ്ങളിലൂടെ പോകുന്നവർ. വേറെ ഒന്നാണ് രാജയോഗ. രാജയോഗ അല്ലെങ്കിൽ ധ്യാനയോഗ എന്ന് പറയാം. 2 പറഞ്ഞാലും കുഴപ്പമില്ല. രാജ എന്ന് പറഞ്ഞാൽ റോയൽ പാത്ത് എന്നാണ് അതിനെ വിളിക്കുന്നത്. ധ്യാനയോഗ മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ നോക്കി, ഉള്ളിലേക്ക് നോക്കി ധ്യാനത്തിന്റെ പാതയിലൂടെ പോകും. ഈ 4 പാതകളാണുള്ളത്. ജ്ഞാനം, കർമ്മം, ഭക്തി, ധ്യാനം. ഈ 4 പാതകളിലൂടെ ദൈവത്തിലെത്താൻ കഴിയും, പരമമായ ചൈതന്യത്തിലെത്താൻ കഴിയും, നമുക്ക് അതീതമായ ഒരു തലത്തിലേക്ക് എത്താൻ കഴിയും. ഇങ്ങനെയാണ് യോഗയുടെ കൃത്യമായ ക്ലാസിഫിക്കേഷൻ. യോഗ ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ്. യഥാർത്ഥത്തിൽ വേദകാലഘട്ടത്തിന് മുമ്പ് തന്നെ യോഗ തുടങ്ങിയ കാര്യങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. യോഗീശ്വരനായ, അല്ലെങ്കിൽ ഒരു യോഗിക് പോസിലിരിക്കുന്ന പരമശിവൻ, ഭഗവാൻ പരമശിവനെയൊക്കെ ലഭിച്ചു എന്ന് ചരിത്രത്തിൽ മറ്റേ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്ത് തന്നെ സൂചിപ്പിക്കാൻ പറ്റുമുണ്ടായി. അപ്പൊ ഈ 4 യോഗകളെ കുറിച്ച് അറിയുക: ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം അല്ലെങ്കിൽ രാജയോഗം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ എല്ലാവിധ
പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. യോഗയിലൂടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നമുക്ക് കൂടുതൽ സൗഖ്യം ഉണ്ടാകട്ടെ.